പാകിസ്ഥാൻ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയെ അറിയുമോ? ആ മുഹമ്മദ് അലി ജിന്നയേക്കാൾ മോശമായ നേതാവാണ് രാഹുൽ ഗാന്ധി. ബിജെപി എം പി നിഷികാന്ത് ദുബെയുടെ പ്രസ്താവനയാണിത്. പ്രതിഷേധത്തിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ വിമർശനം. ജാർഖണ്ഡ് സർക്കാരിനുള്ള പിന്തുണ നൽകണമെന്നും ദുബെ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം പാർട്ടി ജോർജ് സോറോസിന്റെ അജണ്ടയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ജിന്നയുടെ രണ്ടാം ജന്മം രാഹുൽ ഗാന്ധിയുടെ രൂപത്തിലാണ് സംഭവിച്ചത്. ജാർഖണ്ഡ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെക്കുറിച്ച് ബിജെപി എം പി ദുബെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർ CBI അന്വേഷണത്തിന് തയ്യാറായത്? പ്രധാന പ്രതിയായ ധർമ്മേന്ദ്രയെ ജാർഖണ്ഡ് സർക്കാരിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ വെച്ചാണ് പിടികൂടിയത്. അന്വേഷണം നടത്തിയാൽ അതിൽ ഹേമന്ത് സോറനും ഉൾപ്പെടും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ജാർഖണ്ഡ് സർക്കാരിനുള്ള പിന്തുണയും വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് കാണിക്കുകയും വേണം. അല്ലെങ്കിൽ അവർ സോറോസിന്റെ അജണ്ടയിൽ പ്രവർത്തിക്കുന്നത് പോലെ തോന്നും. പ്രധാനമന്ത്രിക്കെതിരെ എവിടെ പ്രതിഷേധമുണ്ട് എങ്കിലും അവിടെ രാഹുൽ ഗാന്ധിയെ കാണാം. അദ്ദേഹം ജിന്നയേക്കാൾ മോശമായ നേതാവാണ്. രാജ്യത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും അതേസമയം പാർലമെന്റിൽ തുറന്ന ചർച്ചയ്ക്ക് ഭരണകൂടം സന്നദ്ധമാണ് എന്നും സ്പീക്കർ സമയം അനുവദിച്ചാൽ 24 മണിക്കൂർ നീളുന്ന ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ സജ്ജനാണ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിനെയും നിരാകരിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു. എനിക്ക് അമിത്ഷായുടെ ലെക്ചർ അടി കേൾക്കാൻ സമയമില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്നാരോപിച്ച അമിത്ഷാ വസതിയിലും ചേംബറിലും താൻ നിരന്തരം ലഭ്യമായിട്ടും സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നത് സഭയോടുള്ള അനാദരവാണെന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് താല്പര്യം സഭ തടസ്സപ്പെടുത്തുന്നതിൽ മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രിയുടെയും ഈ ചർച്ചാ വാഗ്ദാനത്തെ തികഞ്ഞ പുച്ഛത്തോടെയും കർശനമായ നിലപാടുകളോടെയുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിക്കളഞ്ഞത്. പൊതുവായ വിഷയങ്ങളിൽ അമിത്ഷായുടെ സാങ്കല്പികമായ കഥകളും പ്രസംഗങ്ങളും കേൾക്കാൻ തങ്ങൾക്കും രാജ്യത്തിനും യാതൊരു താല്പര്യമില്ല എന്നും AICC ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡൽഹിയിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകളും ആണിയടിച്ച ലാത്തുകളും ഉപയോഗിക്കാൻ ഉത്തരവിട്ടത് ആരാണ് എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം. അമിത്ഷായാണ് ഇതിന് ഉത്തരവ് നൽകിയത് എങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്നും അറിഞ്ഞില്ല എങ്കിൽ അയോഗ്യനാണെന്നും ആരോപിച്ച രാഹുൽ അദ്ദേഹം രാജിവെക്കുകയാണ് വേണ്ടത് എന്നും പറഞ്ഞു. കഴിഞ്ഞ 20 ദിവസമായി അമിത്ഷായെ കാണാനില്ല. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യമില്ല. ഇതൊക്കെയാണ് രാഹുലിന്റെ പ്രസ്താവന. അദ്ദേഹത്തിന് സഭയിലേക്ക് വരാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന് സത്യം പറയാൻ ധൈര്യമില്ലാതെ വരുമ്പോൾ അവന്റെ മൗനം അവന് വേണ്ടി സംസാരിക്കും. അമിത്ഷായുടെ മൗനം അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമാണ്. തന്റെ പ്രസ്താവനയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. എന്തായാലും കാണാതായി ഓടിപ്പോയി തുടങ്ങിയ വാക്കുകൾ ഇന്ത്യയുടെ പൊതുജീവിതത്തിലും പാർലമെന്ററി ജീവിതത്തിലും കൂടുതലായി കേൾക്കുന്നുണ്ട്. സഭ തുടങ്ങിയത് മുതൽ ഞാൻ പാർലമെന്റിൽ സ്ഥിരമായി വരുന്നുണ്ട്, എന്റെ ചേംബറിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം ഇരുസഭകളും പ്രവർത്തിക്കാൻ അനുവദിക്കാത്തപ്പോൾ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അമിത്ഷാ പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ അമിത്ഷായും രാഹുലും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അമിത്ഷാ പറയുന്നത് താൻ വരാൻ തയ്യാറാണ് 24 മണിക്കൂർ, ഇന്ന് 3 മണി മുതൽ നാളെ 3 മണി വരെ, നാളെ പുലർച്ചെ ഇന്ന് 3 മണി മുതൽ നാളെ 3 മണി വരെ താൻ സംസാരിക്കാൻ തയ്യാറാണ്. ആവശ്യമുള്ള ഓരോ പോയിന്റിനും മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷേ എന്നാൽ അപ്പോഴും അവിടെയും രാഹുൽ ഗാന്ധി തനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിയുകയാണ്. കാരണം അവിടെ പോയിരുന്ന കാര്യങ്ങൾ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാജ്യത്തിനു മുന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു തോൽവിയായി ഒരു പക്ഷേ അത് വിലയിരുത്തപ്പെടുമോ എന്നുള്ള ഭയം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത്. കാരണം അമിത്ഷാ പറഞ്ഞതുപോലെ തന്നെ അമിത്ഷാ വന്നു, മറുപടി നൽകുന്നു. അങ്ങനെ വരുമ്പോൾ വീണ്ടും അമിത്ഷായ്ക്കെതിരെ പറയാനുള്ള ഒരു കാരണം കയ്യിലില്ല കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തനിക്ക് അമിത്ഷായുടെ ലെക്ചറടി കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ.